ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു മെഡിടോക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ഗോമതി മാം ആണ്, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്. മാം സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറഗുലർ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആണ്. അതായത് നമ്മളെ ക്രമരഹിതമായി വരുന്ന ആർത്തവം. കാരണം നമുക്കറിയാം ഗേൾസിന് എല്ലാവർക്കും കൂടുതലായിട്ട് വരുന്നൊരു പ്രശ്നം അതാണ് അല്ലേ, ആർത്തവത്തിൽ കൂടുതലും ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നതും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു ഇത് പറയുന്നത് ആർത്തവം നമുക്ക് കൃത്യമല്ലാതെ വരിക അല്ലെങ്കിൽ മാസങ്ങൾ ഇടവിട്ട് വരിക, അങ്ങനെ വലിയൊരു പ്രശ്നം തന്നെയാണ്. ശരിക്കും എന്താണ് ഈ ആർത്തവം കൃത്യമായി വരുന്ന ആ ഒരു സൈക്കിൾ എന്താണ്? നോർമൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു 24 ഡേയ്സിൽ നിന്ന് ഒരു 38 ഡേയ്സിനകത്തുള്ള ഒരു 7 ഡേയ്സിലെ ബ്ലീഡിങ് കംപ്ലീറ്റ് ആയാൽ അത് നമ്മൾ നോർമൽ പീരിയഡ്സ് എന്ന് പറയും. സോ ഇപ്പം ചിലപ്പം യങ് ഗേൾസ് അപ്പം തന്നെ പീരിയഡ്സ് വന്നു, അപ്പം അവർക്ക് കുറച്ചൊരു 21 ഡേയ്സിൽ നിന്ന് 45 ഡേയ്സ് വരെ ഒരു സൈക്കിള് പോവാം. അപ്പോൾ അത് കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഒരു 1 or 2 years വരെ നമുക്ക് അങ്ങനെ ലൈക്ക് ഒരു ഇറഗുലാരിറ്റി കാണും. ബട്ട് ഒരു അഡൾട്ട് എന്ന് പറയുന്നത് ഒരു ഫോർ എക്സാമ്പിൾ എനിത്തിങ് അബൌട്ട് ആഫ്റ്റർ 18 years, അപ്പോൾ അവർക്ക് ഒരു 24 നിന്ന് ഒരു 38 നിൽക്കുകയാണെങ്കിൽ ചിലർക്ക് ഒരു 28 ഡേയ്സ് സൈക്കിളായിരിക്കും, ചിലർക്ക് 35 ഡേയ്സ് സൈക്കിളായിരിക്കും. ബട്ട് ദാറ്റ് ഈസ് ഓക്കെ. ബട്ട് അത് നോർമൽ എന്ന് പറയാം. അത് അല്ലാതെ സൈക്കിൾ ലെങ്ത്തും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 7 ഡേയ്സിനുള്ള പീരിയഡ്സ് കഴിയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ. അപ്പം പ്രൊലോങ്ഡ് ആയിട്ട് ഇപ്പം പീരിയഡ്സ് ചിലർ അവർക്ക് കറക്റ്റ് ഡ്യൂറേഷൻ കറക്റ്റായിരിക്കും, ലൈക്ക് 24 to 38 ബട്ട് ആ 3 days 4 days തന്നെ ഒത്തിരി ഹെവി ബ്ലീഡിങ് ആയിരിക്കും. ചിലപ്പം അവർ ജോലിക്ക് തന്നെ പോവില്ല, അത്രയ്ക്കും ലൈക്ക് ഫ്രീക്വൻറ്റ് പാഡ് ചേഞ്ചിങ് അങ്ങനെയൊക്കെ പറയും. അപ്പം അതവർ വിചാരിക്കുമില്ല എനിക്ക് എന്നാലും 7 days എനിക്ക് കഴിയുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് നോർമൽ അവർ വിചാരിക്കും. ബട്ട് അത് ഹോസ്പിറ്റലിൽ വരണം. വെച്ചാൽ അവർക്ക് ബ്ലഡ് ലോസ് ഒത്തിരി കൂടുതലായി പോയിട്ട് പിന്നെ അവർക്ക് അനീമിയ, ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ട് പിന്നെ വേറെ ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ ആർത്തവത്തിൽ കൃത്യമല്ലാതെ ഇങ്ങനെ ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ ശരിക്കും നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് ഏത് സമയത്താണ്, ഏത് സ്റ്റേജിലെത്തുമ്പോഴാണ്? ഒന്നാമത്തത് ഈ ഇറഗുലാരിറ്റി. ഫോർ എക്സാമ്പിൾ അവർക്ക് പ്രെഡിക്റ്റേ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് അവർക്കറിയാൻ പറ്റില്ല, ചിലപ്പം 60 days ആവും, ചിലപ്പം 90 days, പിന്നെ ബ്ലീഡിങ് നിൽക്കില്ല. അല്ലെങ്കിൽ അവർക്ക് 45 days വൺസ് വരും, ഓർ ലെസ് ദൻ 40 days തന്നെ വരും. ബട്ട് അത് വന്നാൽ നിൽക്കില്ല. ലൈക്ക് മെഡിസിൻസ് ഇല്ലാതെ ഒരു 10 days 15 days അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റ് ഡ്യൂറേഷൻ ആയിരിക്കും, 7 ദിവസത്തിനും കഴിയും, ബട്ട് ഒരുപാട് ഹെവി ബ്ലീഡിങ് ആയിരിക്കും. അപ്പം അവർ ഹോസ്പിറ്റലിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് അധികം ബ്ലഡ് ടോട്ടലി നമ്മളത് അങ്ങ് വീക്കായി പോകും. യെസ്, ഓക്കെ. അനീമിയാണ് പറയുന്നത്, ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ടേ, അപ്പോൾ ഒരുപാട് വീക്കാവും. അപ്പോൾ ചില പേഷ്യൻസ് പറയും പെയിനും കൂടി, സിവിയർ പെയിൻ ആയിട്ട് അവർക്ക് ഡ്യൂട്ടി പോവില്ല ആദ്യത്തെ 2 ദിവസം തന്നെ. ചിലപ്പം ആ പെയിൻ റിലീഫിക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് സ്ഥിരം വരാറുണ്ട്. അതുപോലെ കണ്ടീഷൻസ് ഒക്കെ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട കണ്ടീഷനായിട്ട് മാറും അല്ലേ? അപ്പം നമുക്കൊരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ 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 നമസ്കാരം. ഹലോ മാം. ഹലോ നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം മാം. മാം എൻ്റെ പേര് രേഷ്മ ആണ്, ഷാർജയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ മാം, ഇതേപോലെ എനിക്ക് പീരിയഡ്സ് എന്ന് പറയുന്നത് ചില പ്രാവശ്യമൊക്കെ നമുക്ക് 1 മാസം 2 പ്രാവശ്യമൊക്കെ വരാറുണ്ട്. ഓക്കെ. പിന്നെ ഭയങ്കര കൂടുതലാണ്. അത് എനിക്ക് കുട്ടിക്കാലം മുതലേ എങ്ങനെയാണ്, ഭയങ്കര പെയിനാണ്. ഓക്കെ. സോ ഇതും രണ്ടും നോർമൽ അല്ല. നിങ്ങൾക്കിപ്പോൾ പീരിയഡ്സ് 1 month തന്നെ 2 പ്രാവശ്യം വരും, അതും നോർമൽ അല്ല. ഒത്തിരി വേദനയും നോർമൽ അല്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഗൈനക്കോളജിസ്റ്റ് കണ്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, പണ്ട് ഇതേപോലെ ഗൈനക്കോളജി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞത് ഇതേപോലെ ചില സമയത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ ശരിയാവും എന്നാണ് പറഞ്ഞത്. ലൈക്ക് 1 മാസം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ബട്ട് സ്ഥിരം അങ്ങനെ തന്നെ പ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ട്. എന്താണ്? പല പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് മെഡിക്കേഷൻസ് എന്തെങ്കിലും വേണ്ടി വരും, നിങ്ങൾ വീണ്ടും ഡോക്ടറെ കാണേണ്ടി വരും. അത് നോർമൽ അല്ല. അപ്പം അൾട്രാസൗണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ചെയ്തിട്ടില്ലെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യണം, ഹാർമോൺ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് പെയിൻ വരുന്നത് ഭയങ്കര അസഹനീയമായിട്ടുള്ള പെയിനാണ്. പെയിന് പറഞ്ഞത് ചിലർക്ക് പീരിയഡ്സിന് ആദ്യത്തെ ദിവസം വേദന വരാം. അപ്പം അത് ഒരു ലൈക്ക് പെയിൻ റിലീഫ്, ഓവുലേഷൻ നമ്മൾ പറയൂലേ, അണ്ടത്തിൻ്റെ വളർച്ച വന്നിട്ട് പൊട്ടുന്നത്. അപ്പം ഒരു പെയിന് ചിലർക്ക് ഓവുലേഷൻ സൈക്കിൾസ്, നോർമൽ സൈക്കിൾസിൽ തന്നെ പെയിൻ വരാൻ പറ്റാതെ സഹിക്കാൻ പറ്റുന്ന വേദനയായിരിക്കണം. അല്ലെങ്കിൽ ഒരു മിനിമൽ ഒരു പെയിൻ കില്ലർ എടുത്താൽ അത് മാറണം.
അല്ല സിവിയർ പെയിൻ ആണ്, നേരത്തെ പറഞ്ഞതുപോലെ അവർ പെയിൻ സഹിക്കാൻ പറ്റാത്ത പെയിൻ, ഓഫീസ് പോകാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വരണം, ഇഞ്ചക്ഷൻ എടുക്കണം, അത്രയ്ക്ക് വേദന ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഈ എൻഡോമെട്രിയോസിസ് അങ്ങനെ കുറേ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ റൂൾ ഔട്ട് ചെയ്യണം. അപ്പം നിങ്ങൾ എന്നാലും വീണ്ടും ഡോക്ടർ കാണണം. ഓക്കെ. പിന്നെ അത് കൂടാതെ തന്നെ എനിക്ക് പീരീഡ്സിന്റെ ഡേറ്റ് വളരെ ഇറഗുലർ ആണ്. കറക്റ്റ് ടൈമിൽ വരാറില്ല. അപ്പോ ഇത് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ, പക്ഷെ PCOD ചെക്ക് ചെയ്തിരുന്നു, അപ്പൊ അതൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ. PCOD ഇപ്പം പലതരം ഉണ്ട്. സിവിയർ PCOD എന്ന് വെച്ചാൽ നമുക്ക് സ്കാനിലും എല്ലാം ബ്ലഡ് ടെസ്റ്റും എല്ലാം കൂടി കാണും. ബട്ട് മൈൽഡ് PCOD ചിലപ്പം സ്കാനിൽ ചില ഡോക്ടേഴ്സ് റേഡിയോളജിസ്റ്റ് റിപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ ഗൈനക്കോളജിസ്റ്റ് കണ്ടിട്ട് ഹാർമോൺ ടെസ്റ്റും കൂടി ചെയ്ത് നോക്കിയിട്ട് ആ പീരിയഡ്സ് റെഗുലർ ആക്കാൻ കുറച്ച് ദിവസം മെഡിസിൻ എടുക്കേണ്ടി വരും. ഓക്കെ. ഹോർമോൺ ടെസ്റ്റ് നോക്കണം അല്ലേ? ചെയ്തിട്ട് നോക്കേണ്ടി വരും. പിന്നെ നിങ്ങളുടെ വെയിറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ പിന്നെ വെയിറ്റ് ഒക്കെ കുറയ്ക്കേണ്ടി വരും. ഹാർമോണൽ ഇംബാലൻസ് വെയിറ്റ് കൂടുമ്പോൾ പ്രശ്നം വരാറുണ്ട്. ഓക്കെ 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 മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇപ്പോൾ റെഗുലർ അല്ലാണ്ട് ഇപ്പോൾ ഇറഗുലർ ആയിട്ടാണ് നമ്മുടെ പീരിയഡ്സ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് ശരിക്കും ആ സമയത്ത് ചെയ്യാൻ വേണ്ടി പറ്റുക? ഇറഗുലർ പീരിയഡ്സ് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഡോക്ടേഴ്സ് കാണുക, കണ്ടിട്ട് അവർ ശരിക്കും പ്രോപ്പർ ഹിസ്റ്ററി എടുത്തിട്ട് അൾട്രാസൗണ്ട് ബേസിക്കാണ്, സ്കാൻ ചെയ്ത് നോക്കണം. യുട്രസിൽ നേരത്തെ കാളർ പറഞ്ഞതുപോലെ PCOD ഉണ്ടോ ഇല്ല. ചിലപ്പം ഈ അകത്ത് ഈ മുഴ പോലെ പോളിപ്പിനൊക്കെ പറയും, യുട്രസിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതെല്ലാം കൂടി നോക്കാനുണ്ട്. പിന്നെ ഇപ്പം വളരെ കോമൺ ആണ് ഇപ്പോൾ PCODയും വെയിറ്റ് ഗെയിനും നമ്മളുടെ ഈ ബേസിക് നമ്മളുടെ വർക്ക് ഹാബിറ്റ്സും ഫുഡ് ഹാബിറ്റ്സും ഉണ്ട്. അപ്പം അതൊക്കെ പിന്നെ ഡോക്ടേഴ്സ് അതൊക്കെ നോക്കിയിട്ട് ഹാർമോൺ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അതിന് അഡ്വൈസ് കൊടുക്കും. ഓക്കെ. അപ്പോൾ ഈ പീരിയഡ്സ് ഇപ്പോൾ റെഗുലറായിട്ട് സംഭവിക്കുന്നുണ്ട്, നോർമൽ ആണെന്ന് കരുതുക. അതല്ല നമ്മുടെ ബ്ലഡ് പോകുന്നത് ഇപ്പോൾ ഹെവി ആണെങ്കിൽ, റെഗുലറായിട്ട് പീരിയഡ്സും ഹെവി ബ്ലഡും ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണേണ്ട ആവശ്യം വരുന്നുണ്ടോ? അത്യാവശ്യം കാണണം. എന്നുവെച്ചാൽ അത് ഹീമോഗ്ലോബിൻ കുറവെന്ന് വെച്ചാൽ നമ്മൾ അനീമിയാണ് മെഡിക്കൽ ടെർമിനോളജി പറയും. അപ്പം ഇങ്ങനെ നമ്മൾ കുറേ പേഷ്യൻസ് ഇൻറ്റേർണൽ മെഡിസിൻ ഡോക്ടറിൽ നിന്ന് നമുക്ക് റെഫറൽ വരും. നമുക്ക് ഡയറക്റ്റ് വരില്ല, ഗൈനക്കോളജിസ്റ്റ് വരാതെ. അവർ വിചാരിക്കും അത് നോർമലാണ്, അകത്തുള്ളതൊക്കെ പൊക്കോട്ടെ, അങ്ങനെ ഒരു വിചാരത്തിൽ അവർ വെയിറ്റ് ചെയ്യും. ബട്ട് അവർ മെഡിസിൻ ഡോക്ടറെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ടയർഡ്നെസ് ആണ്, അങ്ങനെ പോയി കാണുമ്പോൾ ഹീമോഗ്ലോബിൻ വളരെ കുറവായിരിക്കും. പിന്നെ അങ്ങനെ നമ്മളെടുത്ത് ഗൈനക്കോളജിസ്റ്റ് അടുത്ത് വരും. സോ അതിന് നമുക്കൊരു സിമ്പിൾ മെഡിസിൻസ്, ബ്ലീഡിങ് ഹെവി ആയിട്ട് പോകാൻ തന്നെ സിമ്പിൾ മെഡിസിൻസ് കൊടുക്കാൻ പറ്റും. ഹാർമോൺസ് തന്നെ വേണമെന്നില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ സാധാരണ ഇപ്പോൾ നോർമൽ പീരിയഡ്സ് ആണെങ്കിൽ പോലും, കാരണം നോർമലായിട്ട് ഇപ്പോൾ ഇറഗുലർ അല്ല, പക്ഷേങ്കിലും നോർമലായിട്ട് പീരിയഡ്സ് നടക്കുമ്പോൾ തന്നെ അസഹനീയമായ പെയിനും വേദന, ഭയങ്കര ടയർഡ്നെസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ടാബ്ലറ്റ് എടുക്കുന്നവരുണ്ടാവുമല്ലോ. കാരണം നോർമലായിട്ട് പെയിൻ തീരെ സഹിക്കാൻ പറ്റില്ല എന്നുള്ളവർ, പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾ, കോളേജ് അങ്ങനെയുള്ള ആ ഒരു ടൈമിലുള്ളവരും ഓഫീസിൽ പോകുന്നവരൊക്കെയും ഈ ഒരു ടാബ്ലറ്റ് എടുക്കാറുണ്ട് അല്ലേ സാധാരണയായിട്ട്. അത് ചിലപ്പോൾ പല ടൈപ്പും ഉണ്ടാവും. അപ്പോൾ അതിപ്പോൾ അങ്ങനെ എടുക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നീട് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവാനുള്ള അങ്ങനെയല്ല. ഇപ്പം പെയിന് പലതരമുണ്ട്. ഫോർ എക്സാമ്പിൾ പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ഒരു വേദന വന്നു, അപ്പോൾ നമ്മൾ പെയിൻ റിലീഫ് മെഡിസിൻസ്, എസ്പെഷ്യലി സ്കൂൾ ഗേൾസ്, അപ്പോൾ അവർക്ക് കൊടുക്കാറുണ്ട്. ലോങ് ടേം സൈഡ് എഫക്ട്സ് അങ്ങനെ ഒന്നുമില്ല. ബട്ട് ഈ വേദന തന്നെ പീരിയഡ്സ് തുടങ്ങുമ്പോൾ തന്നെ ചില പേഷ്യൻസ്ക്ക് തുടങ്ങും, വേറെ മുൻപ് തന്നെ. പിന്നെ അത് പീരിയഡ്സ് കഴിഞ്ഞിട്ടും പിന്നെ കുറച്ച് ദിവസം ഉണ്ടാവും. അപ്പം അതുപോലെ ട്രിപ്പിൾ ഡിസ്മെനോറിയാണ് പറയും മെഡിക്കൽ ടെർമിനോളജി പെയിനിന്. അപ്പം ഇതുപോലെ ഒത്തിരി പീരിയഡ്സ് വരും മുൻപ് സ്റ്റാർട്ട് ചെയ്തിട്ട് പീരിയഡ്സ് സമയത്തിലും ഉണ്ടാവും, പിന്നെയും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറച്ച് സീരിയസ് കണ്ടീഷൻസ് ആണ്. അപ്പം അതിലിപ്പം ഫോർ എക്സാമ്പിൾ ഈ എൻഡോമെട്രിയോസിന് ഒരു കാര്യം പറഞ്ഞു. ചിലപ്പം നമുക്ക് മെൻസ്ട്രുവൽ ബ്ലീഡിങ് ഉണ്ടല്ലോ, ചിലപ്പം ഫോർ സം വിമൻ ഓവറീസിലും കൂടി ആ ടിഷ്യൂസൊക്കെ അവിടെ പോയിട്ട് നമുക്ക് അവിടെ ഓരോ പീരിയഡ്സിലും അവിടെയും കുറച്ച് കളക്ഷൻസ് ഉണ്ടാവും, ബ്ലഡ് കളക്ഷൻസ് ഒക്കെ. അപ്പം അതുപോലെ പേഷ്യൻസൊക്കെ സിവിയർ പെയിൻ ആയിരിക്കും. അപ്പം ആ കണ്ടീഷൻസൊക്കെ റൂൾ ഔട്ട് ചെയ്യാണ്. ഈവൻ യങ് ഗേൾസ്, നമുക്ക് മാരീഡ് വിമണിന് വേണമെന്നില്ല. അപ്പം അതുപോലെ നമുക്കത് ഇഗ്നോർ ചെയ്യാതെ ചിലപ്പം നോർമൽ മെഡിസിൻ എടുക്കണ്ട അങ്ങനെ തന്നെ അവർ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യാതെ അവർ ഹോസ്പിറ്റലിൽ വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഒരു അൾട്രാസൗണ്ട് ചെയ്യണം എന്തായാലും. അപ്പോൾ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടറോട് ചോദിക്കാലോ അല്ലേ?
സൗണ്ട് ഇല്ല, കുറച്ച് ഒച്ചയിൽ പറയാവോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കാം കേൾക്കാം. ഓക്കെ, എൻ്റെ പേര് ടീന എന്നാണ്. എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. പറഞ്ഞോളൂ. മമ്മിക്ക് 52 ഇയേഴ്സ് ആയി. അപ്പോൾ എത്രയാ? നിന്നതാണ് ഒരു 52. ഓക്കെ 48 കഴിഞ്ഞിട്ട് പീരിയഡ്സ് വന്നില്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മന്ത് പീരിയഡ് വന്നു, പക്ഷെ ഒരു 2 days ബ്ലീഡ് ചെയ്തു. അത് കുഴപ്പമല്ലായിരിക്കും? ഇത് കുഴപ്പമുണ്ട് ആക്ച്വലി. ഇപ്പോൾ അവർക്ക് 40 ഇയേഴ്സിലെ പീരിയഡ്സ് നിന്നതല്ലേ, അപ്പം 52 ഇയേഴ്സിന് വെച്ചാൽ ഇപ്പം ബ്ലീഡിങ് വന്നത് നോർമൽ അല്ല. അപ്പം എന്തായാലും ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്ത് കാണിക്കണം. അത്യാവശ്യം കാണിക്കണം. വന്നിട്ട് ഒരു 2 days കണ്ട് ഉണ്ടായിട്ടുള്ളത്. അല്ല, അത് എന്തായാലും അത് നോർമൽ അല്ല കേട്ടോ, കാണിക്കണം ഡോക്ടറെ അടുത്ത്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പെയിനിൻ്റെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഇറഗുലറായിട്ട് പീരിയഡ്സ് വരുന്നത് അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? അത് മാത്രമല്ല, കൂടുതൽ ആളുകൾക്കുമുള്ള മറ്റൊരു ഡൗട്ട് എന്ന് പറയുന്നത് മേ ബി ഗർഭധാരണത്തിൽ അല്ലെങ്കിൽ ഇതിന് പ്രഗ്നൻസിക്ക് കാത്തിരിക്കുന്നവരാണെങ്കിലും അങ്ങനെയുള്ളവരാണെങ്കിലും ഫെർട്ടിലിറ്റിക്ക് അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ടോ? ശരിയാണ്. വെച്ചാൽ നമുക്കൊരു, ഞാൻ ആ ഡ്യൂറേഷൻ പറഞ്ഞല്ലോ, ഒരു 25 ഒരു 38 എന്ന് വെച്ചാൽ നമുക്കൊരു ഫെർട്ടിലിറ്റി അവർക്ക് മോസ്റ്റ്ലി ഓവുലേഷൻ, അണ്ടത്തിൻ്റെ വളർച്ച കറക്റ്റായിരിക്കും, അത് പൊട്ടുന്നതും കറക്റ്റായിരിക്കും, അതൊക്കെ വേണ്ടിയതല്ലേ ഒരു പ്രഗ്നൻസി വരാൻ. അപ്പം ഇവർക്ക് ഇറഗുലർ ആകുമ്പോൾ അത് ശരിയായിട്ട് നടക്കില്ല. ചിലപ്പം എഗ്ഗിൻ്റെ ഗ്രോത്ത് തന്നെ ശരിയായിട്ട് നടക്കില്ല. പിന്നെ ഓവുലേഷൻ എന്ന് വെച്ചാൽ അണ്ടത്തിന് വളർച്ച വന്നിട്ട് പൊട്ടാനുള്ള ആ സംഭവം തന്നെ നടക്കുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ പ്രഗ്നൻസി വരത്തില്ലല്ലോ. അപ്പം മോസ്റ്റ്ലി പ്രഗ്നൻസിയിൽ ഇറഗുലർ പീരിയഡ്സ് പ്രഗ്നൻസിക്ക് വേണ്ടി നോക്കുന്ന ആൾക്കാർ അത് വേണ്ടിയാണ് അവർ വരണത് ഹോസ്പിറ്റലിൽ. ഡെഫിനറ്റ്ലി അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഇപ്പം മേ ബി ഒരു ആദ്യത്തെ ഒരു മന്താണ് നമുക്ക് റെഗുലറായിട്ട് ഇല്ല എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് കരുതുക. എഗെയിൻ സെക്കൻഡ് മന്തും അതുപോലെ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ സെയിം ഡേറ്റിന് വരുന്നില്ല, ചിലപ്പോൾ ഒരു മന്ത് സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇതിപ്പോൾ സാരമില്ല, നെക്സ്റ്റ് ടൈം നോക്കാം എന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിലും നമ്മുടെ ഒരു മാക്സിമം ലിമിറ്റ് എപ്പോഴാണ്? ഏകദേശം എത്ര മന്ത് കഴിഞ്ഞാലായിരിക്കും? അത് അങ്ങനെയാണോ? യൂഷ്വലി നമുക്കൊരു 1 or 2 months നോക്കാം. 1 or 2 months അവർക്ക് ഓക്കെ, ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു, ഒരു ട്രാവലിംഗ് ഉണ്ടായിരുന്നു, അപ്പം നമുക്കത് അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റിന്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് അതുപോലെ തന്നെ ഇറഗുലാരിറ്റി ആവുകയാണെങ്കിൽ മോർ ദൻ 2 months അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ വരണം. എന്നിട്ട് ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 2 months വരെ നമുക്ക് മാക്സിമം നോക്കാം, അറ്റ്ലീസ്റ്റ് വീട്ടിലിരുന്ന് നമ്മുടെ രീതിയിൽ ഒന്ന് സ്ട്രെസ്സൊക്കെ കുറച്ചിട്ട് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ആക്റ്റീവായിട്ട് അതൊക്കെ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ മാക്സിമം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പോൾ നമ്മൾ PCODയുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ഇറഗുലർ ആയിട്ട് നമ്മുടെ പീരിയഡ്സ് വരുന്നതിൻ്റെ മെയിൻ റീസൺ ആയിട്ട് നമുക്ക് PCODനെ പറയാൻ വേണ്ടി പറ്റുമോ? തീർച്ചയായിട്ടും വളരെ കോമൺ ആണ്. ഇപ്പം PCOD വളരെ കോമൺ ആയിട്ട് മെയിൻ പ്രസൻറ്റേഷൻ തന്നെ ഇറഗുലർ പീരിയഡ്സാണ് PCODയിൽ. അപ്പം ചിലർക്ക് ചില പാറ്റേൺ ഉണ്ട് PCODയിൽ തന്നെ. അവർക്ക് പീരിയഡ്സ് വരും, എല്ലാ മാസവും വരും, ബട്ട് ഒരു സ്കാൻറ്റി പീരിയഡ്സ് എന്ന് പറയും, കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ അത് പീരിയഡ്സ് എന്ന് തന്നെ അവർ വിചാരിക്കും. ബട്ട് അവർക്കൊരു 2-3 months കഴിഞ്ഞിട്ട് ഒരു ഹെവി ബ്ലീഡിങ് സ്റ്റാർട്ടാവും. അത് പിന്നെ നിൽക്കില്ല, അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഇൻ കേസ് ഒരു PCOD ഉള്ള പേഷ്യൻ്റ് വെച്ചോ, PCOD എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ചില പേഷ്യൻസ് ഫുൾ ബ്ലോൺ PCOD എന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, ഹെയർ ഗ്രോത്ത്, ഈ മുഖക്കുരുക്കൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, പീരിയഡ്സ് അങ്ങനെ എല്ലാം കൂടി ഉണ്ടാവുന്ന പേഷ്യൻസ് ഉണ്ടാവും. ചിലർക്ക് അധികം അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമുക്ക് കാണുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് അവർക്ക് പീരിയഡ്സ് അവർ പറയുമ്പോൾ എനിക്ക് പീരിയഡ്സ് വന്നു, ബട്ട് ഈ മാസം വന്നതില്ല, ഹെവിയാണ്. അപ്പം അവരും കുറച്ച് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ എനിക്ക് ബ്ലീഡിങ് ഒരു ചെറിയ ഒരു 2-3 days കുറച്ച് വന്നു, ജസ്റ്റ് വന്നതും കൂടി അറിയില്ല, അങ്ങനെ കുറച്ച് വന്നു. ബട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാതെ പ്രോപ്പറായിട്ട് പീരിയഡ്സ് ബ്ലീഡിങ് വന്നില്ലെങ്കിലും വരണം ഹോസ്പിറ്റലിൽ, വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി പാടില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഈ പീരിയഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഒരു മന്തിൽ, ഇപ്പോൾ ഒരു മാസം ഫസ്റ്റ് വീക്കിലാണ് പീരിയഡ്സ് ആവുന്നതെങ്കിൽ ഒരു 2-3-4 ആ ഒരു ഇതിലാണ് പോകുന്നത്. ഒരു 4 days ബ്ലീഡിങ് ഉണ്ടാവും, പിന്നെ ഓക്കെ ആയിരിക്കണമെന്നത്. അത് സെയിം മന്തിൽ ലാസ്റ്റ് എഗെയിൻ
അതായത് ലാസ്റ്റ് വീക്കിൽ പീരിയഡ്സ് ആവുകയാണെങ്കിൽ അത് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് ഇല്ല കൊണ്ടായിരിക്കും? നമുക്കതാണ് ബേസിക്കലി ഒരു 24 ഡേയ്സ് ഗ്യാപ്പ്. ആ പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേയും നെക്സ്റ്റ് പീരിയഡ്സിൻ്റെ ഒരു ഫസ്റ്റ് ഡേയും ഒരു 24 ഡേയ്സ് ഗ്യാപ്പ് റീസണബിളി. അപ്പോൾ അത് തന്നെ അവരുടെ സൈക്കിളാണെങ്കിൽ ബ്ലീഡിങ് ഒരു 3-4 ഡേയ്സിൽ നിൽക്കുക, അപ്പോൾ കുഴപ്പമില്ല, അത് അവരുടെ സൈക്കിളായിരിക്കും. ഓക്കെ, അത് കുറഞ്ഞു പോയാൽ പിന്നെ അത് നോക്കണം. ഇപ്പോൾ ഈ ആദ്യത്തെ കാലർ പറഞ്ഞല്ലോ മന്ത്ലി ട്വൈസ് പീരിയഡ്സ് വന്നു, അപ്പോൾ അത് നമുക്ക് നോക്കണം. അത് നോക്കണം. ഈ ഒരു 25 ഡേയ്സ് നമ്മളത് ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ അത് നോർമലായിട്ട് നമുക്കത് ഹെവി ഇല്ല, അപ്പോൾ ദെൻ ഇറ്റ്സ് ഓക്കെ. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഐ തിങ്ക് ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കൂടുതലും ഭക്ഷണ രീതിയിലാണെങ്കിലും എല്ലാത്തിലും ചിലപ്പോൾ ലേസി ആയിട്ട് പോകുന്നത് ഈ ഒരു സമയത്തായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ജീവിതശൈലി അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ഈ പീരിയഡ്സിനെ ഡെഫിനറ്റ്ലി എല്ലാം വെയിറ്റ് ഗെയിൻ ആണല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം പേഷ്യൻറ്റിനാണ് എപ്പോഴും പറയുന്നത് ലെസ് ഷുഗറി ലെസ് ഓയിലി ഫുഡ്, നോ ജങ്ക് ഫുഡ്, പിന്നെ 1 hour വാക്കിങ്. ഇതാണ് ബേസിക്. ഇപ്പം ഇത് ഒരു പേഷ്യൻ്റ് നമ്മളൊരു 100 പേഷ്യൻ്റ് കണ്ട ഒരു ഇതുപോലെ ഇറഗുലർ പീരിയഡ്സ് ആയിട്ട് വരുന്ന പേഷ്യൻ്റ് പറഞ്ഞാൽ 90% പ്രോബ്ലം ഇത് തന്നെയാണ്. അപ്പം ഒരു വെയിറ്റ് ഗെയിനും അവരുടെ ആക്ടിവിറ്റീസ് ഇല്ലാത്തതും പിന്നെ അവർക്ക് സമയമില്ല, പിന്നെ ഫുഡ് പുറത്ത് മേടിച്ച് കഴിക്കുന്നതും. സോ ലെസ് ഷുഗറി ലെസ് ഓയിലി ഫുഡ്, ഡെയിലി വാക്ക്, അവർക്ക് പറ്റുന്ന വരെ എന്തെങ്കിലും എക്സസൈസ് ചെയ്തിരിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും അല്ലേ, അറ്റ്ലീസ്റ്റ് 40 minutes, അറ്റ്ലീസ്റ്റ് 40 to 40 minutes എന്തായാലും വർക്കൗട്ട് എങ്കിലും ചെയ്യണം. ഇപ്പം നമ്മൾ ഭക്ഷണക്രമം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു റെഗുലറായിട്ട് നമുക്കൊരു പീരിയഡ്സ് എന്നതിൽ നമ്മുടെ ഡെയിലി ഉള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ അങ്ങനെ ഐറ്റംസ് ഉണ്ടാവുമല്ലോ. ഐ മീൻ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ ഡെയിലി ഉള്ള നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഫുഡ്സ് ഉണ്ടോ? അങ്ങനെ മോർ ഓഫ് അവോയ്ഡ് ജങ്ക് ഫുഡ്സ്. ഓക്കെ, പ്രോട്ടീൻ ഡയറ്റ്, പ്രോട്ടീൻസ് എടുക്കാം, എല്ലാ വെജിറ്റബിൾസും ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ കുഴപ്പമില്ല. സോ റെഡി ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നോൺ വെജ് എടുത്താലും ജസ്റ്റ് കറി ആയിട്ട് എടുക്കാം, ഗ്രിൽഡ്. ഓയിൽ എത്രയ്ക്ക് കുറയ്ക്കണുണ്ടോ കുറയ്ക്കാം. ഫ്രൈഡ് ഐറ്റംസ് കുറയ്ക്കാം. യെസ് ഫ്രൈഡ് ഐറ്റംസും പിന്നെ ഈ ചോക്ലേറ്റ്സ് അങ്ങനെ അൺനെസസറി ഷുഗറി ഐറ്റംസ് എല്ലാം ഒഴിവാക്കുക. യെസ്, എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതിനും എല്ലാ ഡോക്ടേഴ്സും പറയുന്നൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇത്തരം ഷുഗർ ഐറ്റംസ് ആണെങ്കിലും ഫ്രൈ ഐറ്റംസ് ആണെങ്കിലും ഓയിലി ഉള്ള ഐറ്റംസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പക്ഷേ ഈ നമ്മുടെ ഈ പീരിയഡ്സ് പോലുള്ള സമയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു പെൺകുട്ടിയിൽ നിന്ന് സ്ത്രീയിലേക്ക് എന്നുള്ള ആ ഒരു കടമ്പയിലേക്ക് കടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു 1 വീക്ക് അതെ 1 വീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ഈ വേദനയാണോ നമുക്കൊരു എന്തൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മളിരിക്കും, നമ്മൾ ആദ്യം ഭക്ഷണത്തിലേക്ക് തന്നെയാണോ എല്ലാവരും ഒരു ടെൻഡൻസി ഉണ്ടാവുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, നമുക്കൊരു റിലാക്സേഷൻ, അങ്ങനെയാണല്ലോ ശരിക്കും, അങ്ങനെയല്ലേ ഡോക്ടർ? അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് ശരിക്കും അത് വേണ്ടാന്ന് വെക്കുക അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു താല്പര്യം ഒഴിവാക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ശരിയാണ്, ബട്ട് അത് നല്ല പ്രോട്ടീൻസ്, മോർ ഓഫ് പ്രോട്ടീൻസ്. ആ സമയത്ത് ഫ്രൂട്ട്സ്, ഇപ്പൊ മധുരം കഴിക്കണമെന്നാണെങ്കിൽ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക, അങ്ങനെ എടുക്കാം, ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം, സാലഡ്സ് ആയിട്ട് എടുക്കാം, പിന്നെ നോൺ വെജ് കഴിക്കാം, കുഴപ്പമില്ല, ഓയിലില്ലാതെ കഴിക്കാം, അങ്ങനെ നോൺ വെജ് കഴിക്കാം. പക്ഷെ ഞാൻ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ കൂടുതൽ എനിക്കും അങ്ങനെയുള്ള ഒരു ടെൻഡൻസിയാണ് ഈ പീരിയഡ്സിൻ്റെ ഒരു 1-2 ദിവസം മധുരം കഴിക്കുക എന്നുള്ളൊരു സംഭവം. ആ ഒരു ടൈമിൽ നമുക്ക് ചിലപ്പോൾ അത് അപ്പം നമുക്കായിട്ട് ഫീൽ ചെയ്യും, നമുക്ക് പെയിൻ കുറയുകയാണോ എന്നുള്ളൊരു ഫീൽ നമുക്കും തോന്നും, നമുക്ക് മധുരം കഴിക്കുക. പക്ഷെ ശരിക്കും അത് മാം പറഞ്ഞതുപോലെ അത് വലിയൊരു ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യുന്നത് ബെറ്ററാണ്. അപ്പോൾ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പെയിൻ വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് അമ്മമാരാണെങ്കിലും ഒക്കെ പറയും ഈ ഇഞ്ചി, മഞ്ഞൾ, ഇതൊക്കെ നമ്മുടെ പെയിൻ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഐറ്റംസ് ആണ്. അതിൽ ശരിക്കും മീൻസ് കാര്യമില്ലെങ്കിൽ ഈവൻ പ്ലെസിബോ എഫക്റ്റ് ആണെങ്കിലും ദാറ്റ് ഡസന്റ് ഡു എനി ഹാം അല്ലേ, ദാറ്റ്സ് ഓക്കെ. എല്ലാം ഒരു ആന്റിസെപ്റ്റിക് ഇഫക്റ്റും അപ്പം ഒരു ഗ്യാസിന്റെ കുറയ്ക്കാനുള്ളത് ചിലപ്പം ഗ്യാസിന്റെ പെയിൻ ആയിരിക്കാം. സോ അത് ദാറ്റ് ഈസ് ഫൈൻ. പപ്പായ, ഇഞ്ചി, മഞ്ഞൾ, അപ്പോൾ നമുക്കത് സൈഡ് എഫക്റ്റ് തരുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് ഓക്കെയാണ്. നമുക്കൊന്ന് റെഡ്യൂസ് ആ സമയത്ത് ഒരു പെയിൻ ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നല്ലേ. അതുപോലെ ഇത് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പീരിയഡ്സ് മേ ബി പെട്ടെന്ന് എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കാം ഇറഗുലറായിട്ട് 2 months പോവുകയാണെങ്കിൽ അതിപ്പോൾ നമ്മൾ ചിലപ്പോൾ ന്യൂ യോഗ അല്ലെങ്കിൽ ജിം അങ്ങനെ പുതിയ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അതുകൊണ്ട് സംഭവിക്കാം. വരാം. ഒരു
ഒരു ചേഞ്ച് ബോഡിയിൽ ഒരു ചേഞ്ച് നടക്കുക. അപ്പോൾ ചില പേഷ്യൻസ് ഒരു ഡയറ്റിൽ പോവുക, അപ്പം ഒരു ചേഞ്ചസ് വരാം. അതാണ് പറഞ്ഞത്, കുറച്ച് ചില ചേഞ്ചസ് ഒക്കെ വരാം. അപ്പം നിങ്ങൾ അതുവേണ്ടി ആ പ്രൊസീജിയർ ലൈക്ക് യോഗ അത് നിർത്തണമെന്നില്ല. ജസ്റ്റ് കം ടു ദ ഡോക്ടർ. അവർ ചിലപ്പം ഒരു ഷോർട്ട് ഒരു 2-3 months റെഗുലറൈസ് ആവാൻ മെഡിസിൻ കൊടുക്കും. ദെൻ യു ഗോ ഹെഡ്. ഇറ്റ് ഹാപ്പൻസ്. അങ്ങനെ സംഭവിക്കാറുണ്ടല്ലേ സാധ്യത? കാരണം നമ്മൾ ഒരേ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു മാറ്റങ്ങൾ, നമ്മുടെ ബോഡി ഓവറായിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഓവർ സ്ട്രെയിൻ എടുക്കുക ഒക്കെ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. കാരണം കുറെ നമ്മുടെ ഇങ്ങനെ വർക്കൗട്ടിനൊക്കെ പോകുന്നവരാണെങ്കിലും ആദ്യം ഒരു 2 months ഒക്കെ ആകുമ്പോൾ ഉള്ള ഒരു ഡൗട്ടിൽ പറയുന്നൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ യോഗ സ്റ്റാർട്ട് ചെയ്തു അതിന് ശേഷമാണ് എനിക്ക് ഇറഗുലറായിട്ട് പീരിയഡ്സ് പോകുന്നത്. അത് നിർത്തേണ്ട കാര്യമൊന്നും ഇല്ല. അത് ഡോക്ടേഴ്സ് കണ്ടിട്ട് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സും മെഡിസിൻസ് കൊടുത്തിട്ട് പിന്നെ അത് റെഡിയാക്കിയാൽ മതിയായിരിക്കും. ഓക്കെ, അത് പിന്നെ അതിനോട് പൊരുത്തപ്പെടും അല്ലേ നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ബോഡി അഡ്ജസ്റ്റ് ആയി പോകും. ഓക്കെ. അപ്പോൾ ഈ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഫുഡ് കുറക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യാന്നുള്ള. അപ്പോൾ ഈ PCOD എന്നുള്ളൊരു സംഭവം അതിപ്പോൾ നമ്മുടെ ഈ ഹെൽത്ത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ഒരു ജീവിതശൈലി കൊണ്ട് മാത്രം വരുന്നതാണോ PCOD? സം പേഷ്യൻസ്ക്ക് ജെനറ്റിക് ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്, ബൈ ജീൻ അങ്ങനെയൊക്കെ വരാൻ. ചിലപ്പോൾ ദർ ഇസ് എ കണ്ടീഷൻ ലീൻ PCOS ഉണ്ടാവും. അവർ ഒത്തിരി തിന്നായിരിക്കും, മെലിഞ്ഞിരിക്കും, ബട്ട് അവർക്ക് പീരിയഡ്സ് ഇറഗുലർ ആയിരിക്കും. സ്കാനിൽ നല്ല PCOD പിക്ചേഴ്സും ഹാർമോൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇറഗുലാരിറ്റീസ് ഉണ്ടാവും. അപ്പം അവർക്കൊക്കെ സെയിം ലൈക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് രണ്ടും സെയിം തന്നെയാണ്, ബട്ട് അവരെയും നമ്മൾ വെയിറ്റ് വെക്കേണ്ടതാണ് പറയും. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ഇനി തടി വെക്കേണ്ടതാണ്. അത് സാധാരണ നമുക്കും കേൾക്കുന്നതാണ്. കാരണം ഓവർ വെയിറ്റ് ആയിട്ടുള്ള അത്യാവശ്യം ഒരു ബോഡി വെയിറ്റ് ഒക്കെ ഉള്ള ഗേൾസിനാണെങ്കിലും വുമൻസിനാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടായിരിക്കാം ഈ പ്രശ്നം എന്ന് പറയും. പക്ഷെ അല്ലാതെ തിന്നായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് മെലിഞ്ഞിട്ടിരിക്കുന്ന ആളുകൾ കണ്ടീഷൻ അവർക്കും ഇത് വരാം. അപ്പൊ നമ്മളും വിചാരിക്കുമല്ലോ ഇതിപ്പോ എങ്ങനെയാണ് ഇവർക്ക് പോലും ഇതിങ്ങനെ വരിക, ജെനറ്റിക്കലി വരുന്നത്. ലിങ്ക് ഫാദർ ഡയബറ്റിക്, യങ് ഡയബറ്റിക് ആണെങ്കിൽ മോൾക്ക് PCOS ലിങ്ക് ഉണ്ട്, ജെനറ്റിക് ലിങ്ക് ഉണ്ട്, അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ സെയിം മാനേജ്മെന്റ് എല്ലാം സെയിം തന്നെയായിരിക്കും, ബട്ട് അവർക്കും നമ്മൾ അഡ്വൈസ് കൊടുക്കും ഇനി വെയിറ്റ് കൂടരുത്, നോർമലായി എക്സസൈസും ഡയറ്റും നിങ്ങളും ഫോളോ ചെയ്യണമെന്ന് പറയും. പ്രോപ്പർ ഡയറ്റുമായിട്ട് എക്സസൈസും വർക്കൗട്ടും എന്തായാലും അവരും ചെയ്യണം. ഇപ്പോൾ ഫോളോ ചെയ്യണം. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ ഒരു ബോഡി വെയിറ്റ് തന്നെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പോവുകയാണെന്ന് കരുതുക. ആ ഒരു വെയിറ്റ് തന്നെയാണെങ്കിൽ പോലും ആ ഒരു ടൈമിൽ ഇങ്ങനെ മാറുകയാണെങ്കിൽ അത് മേ ബി വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കുമോ? അതായത് നമ്മളിപ്പോൾ ഒരു ബോഡി വെയിറ്റ് തന്നെ വർഷങ്ങളായിട്ട് നമ്മളൊരു ബോഡി വെയിറ്റിലാണ്, അങ്ങനെ നമ്മൾക്ക് ഓവർ വെയിറ്റ് ആയിട്ട് വരുന്ന പ്രശ്നമല്ല എന്ന് വിചാരിക്കാം. കാരണം നമുക്ക് ബോഡിയിൽ അങ്ങനെ മാറ്റങ്ങളൊന്നും വരുന്നില്ല, പക്ഷെ എങ്കിലും ഇറഗുലർ ആയിട്ട് പീരിയഡ്സ് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് PCOD തന്നെ ഉണ്ടാവണമെന്നില്ല. അവർക്ക് അതാണ് നമുക്ക് ഈ വേറെ കണ്ടീഷൻസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ അതാണ് എപ്പോഴും സ്കാൻ ചെയ്ത് നോക്കണത്. സ്കാൻ ചെയ്യുന്നത് PCOD നോക്കാൻ മാത്രമല്ല, യുട്രസിൽ എന്തെങ്കിലും മുഴ പോലുണ്ടോ, ഒരു കണ്ടീഷനുണ്ട് അഡിനോമയോസിസ് ഒരു കണ്ടീഷനുണ്ട്. അപ്പം അത് മോസ്റ്റ്ലി മാരീഡ് വിമൻക്ക് ഫോർ സം റീസൺ ഒരു ഡെലിവറി കഴിഞ്ഞവരോ, അപ്പം ആ നമുക്ക് യുട്രസിന് ഒരു ലൈനിങ് ഉണ്ട്, ആ ടിഷ്യൂസ് ചിലപ്പം ആ യുട്രസിൻ്റെ മസിലിനകത്ത് കയറിയിട്ട് അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓരോ പ്രാവശ്യം പീരിയഡ്സ് വരുമ്പോൾ അവിടെയും ഒരു റിയാക്ഷൻ ഉണ്ടാവും. അപ്പം ആ കണ്ടീഷനിലെയും ഇതുപോലെ തന്നെ സിവിയർ പെയിനും ഇറഗുലർ ബ്ലീഡിങ്സും അങ്ങനെയും വരാം. പിന്നെ ഇനിയൊരു കാര്യമുണ്ട്, എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെയും വരാം ഇറഗുലർ ബ്ലീഡിങ്സ്. അതല്ല കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അവർ ഇൻഫെക്ഷൻ ആണോ, യുട്രസിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എല്ലാം കൂടി ചെക്ക് ചെയ്യും. ഓക്കെ മാം, ഇത് നമ്മുടെ ഇങ്ങനെ ഇറഗുലർ പീരിയഡ്സ് അല്ല, പക്ഷെ നമ്മൾ ഈ ആർത്തവം എന്ന് എടുക്കുമ്പോൾ നോർമലി ഗേൾസിന് പെൺകുട്ടികളെ സ്കൂളിൽ പോകുന്നവർക്കാണെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ നമ്മൾ ഉപയോഗിക്കുന്ന നാപ്കിൻ. നമ്മൾ പീരിയഡ്സിൻ്റെ ടൈം ഫസ്റ്റ് ഡേ മുതൽ അല്ലെങ്കിൽ എത്ര ഡേ ആണോ പോകുന്നത് ആ ഡേ വരെ ഉള്ള സമയത്ത് ചിലപ്പോൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവരും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഈ നാപ്കിൻ ഉപയോഗിക്കുമ്പോൾ എത്ര തവണ നമ്മൾ നാപ്കിൻ മാറ്റേണ്ടതായിട്ടുണ്ട് ശരിക്കും? ദാറ്റ് ഈസ് നത്തിങ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ്. അവർക്ക് ഹൈജീൻ ലൈക്ക് ഫില്ലായാൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ചേഞ്ച്. അതർവൈസ് അറ്റ്ലീസ്റ്റ് ഒരു 6 to 8 hours ഡെഫിനറ്റ്ലി ചേഞ്ച് ചെയ്യണം. വെറുതെ അത് ഫുൾ ഡേ അങ്ങനെ വെച്ചുകൊണ്ട് നടക്കണ്ട. ഇൻ കേസ് എനിക്ക് ബ്ലീഡിങ്ങേ ഇല്ല, ഒത്തിരി കുറവാണ്, അങ്ങനെ ചെയ്യണ്ട. അതെ, അങ്ങനെയുള്ളവരും ഉണ്ടാവും. കാരണം എനിക്ക് ബ്ലീഡിങ് സംഭവിക്കുന്നില്ല, അതുകൊണ്ട് ഒരു ഡേ ഇത് മതിയല്ലോ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 8 hours. ഓക്കെ. അപ്പോൾ ഒരു 2-3
ടൈമെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും അല്ലേ? ഹൈജീൻ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ കാരണം ഇതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. ഇപ്പോൾ മെൻസ്ട്രൽ കപ്പാണെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അത് ഫുള്ളാണ്, നമുക്കത് ചേഞ്ച് ചെയ്യാം. പക്ഷേ ഈ നാപ്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. ഇത് മാക്സിമം അബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്തായാലും ചിലപ്പോൾ അതൊന്ന് ലേസി ആവും സ്കൂളിലുള്ള കുട്ടികളും എല്ലാവരും. അതവർക്ക് ആക്ച്വലി ചെറിയ കുട്ടികൾക്ക് നമ്മൾ ആസ് എ പാരൻറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഈ ഹൈജീനൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൊത്തത്തിലൊരു നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇറഗുലർ പീരിയഡ്സിന് നമ്മൾ അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് മാം എന്ന് പറയാം? ഇറഗുലർ പീരിയഡ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം നമ്മൾ റെഗുലർ പീരിയഡ്സ് ആയിട്ട് പോവാം. എനിക്ക് പീരിയഡ്സ് കറക്റ്റാണ്, ബട്ട് എനിക്കിപ്പം ഭയങ്കര ടയേർഡാവുന്നുണ്ട്, സിവിയർ പെയിൻ വരുന്നുണ്ട് എന്ന് വെച്ചാൽ അത് വെച്ചുകൊണ്ടിരിക്കേണ്ട, ഹോസ്പിറ്റലിൽ വരണം. വന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, യൂട്രസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് നോക്കണം. പ്ലസ് ഇറഗുലർ പീരിയഡ്സ് എന്ന് വെച്ചാൽ എനിക്ക് ഓക്കെ എല്ലാ മാസം എനിക്ക് പീരിയഡ്സ് വരുന്നുണ്ട്, ബട്ട് വളരെ കുറവാണെന്ന് വെച്ചാൽ അതും കൂടി ചെക്ക് ചെയ്തിരിക്കണം. എന്തെങ്കിലും ഹോർമോൺ ഇഷ്യൂസ് ഉണ്ടോ, ഇല്ല PCOS ആണ്, എന്തായാലും ചെക്ക് ചെയ്യണം. അത് ഒരു 2 months 3 months, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് 4 months 5 months കഴിഞ്ഞിട്ട് ഒരു ബ്ലീഡിങ് വരും. അപ്പോൾ എന്തായാലും എനിക്ക് വരണുണ്ടല്ലോ, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട. ഒരു 2-2.5 months ഒരു സേഫർ സോണാണ്. 2.5 months പീരിയഡ്സ് വന്നില്ലെങ്കിലും പോലും നമുക്ക് മെഡിസിൻ എടുത്തിട്ട് പീരിയഡ്സ് വരുത്താം. സോ അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് അവർ തന്നെ അഡ്വൈസ് കൊടുക്കും, ഇത്രയ്ക്ക് വെയിറ്റ് ചെയ്യണ്ട. അപ്പം ഒരു 2.5 months വെയിറ്റ് ചെയ്തോ, വന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ ടാബ്ലറ്റ് എടുത്തിട്ട് ഡോക്ടർ പറയും നിങ്ങൾ ഈ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ടാബ്ലറ്റ് എടുത്ത് പീരിയഡ്സ് വരുത്താം. അപ്പം അങ്ങനെ എനി ഹൗ അവർ ഡോക്ടറെ അടുത്ത് വരണം, ഒരു ബേസിക് വർക്കപ്പ് വരണം. എന്തായാലും നമ്മൾ നമ്മുടെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ, മാക്സിമം ഒരു 2 months ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മളായിട്ട് ചികിത്സിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. കാരണം അത് പിന്നീട് മേ ബി മാരേജ് ഒക്കെ കഴിഞ്ഞ് അല്ല പ്രഗ്നൻസി ഒക്കെ ട്രൈ ചെയ്യുന്നവർക്കൊക്കെ പിന്നീട് അതൊരു പ്രശ്നമായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിസ്ഥാനപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ, കാരണം ആ ഒരു ഈ നമ്മുടെ ഈ പീരിയഡ്സ് എന്നുള്ള കാര്യം എല്ലാവരെയും വുമൺസിനെ മാത്രമല്ല, ഗേൾസിനെ മാത്രമല്ല, ഫാമിലി, ഹസ്ബൻഡ്, എല്ലാവരെയും ഇപ്പോൾ ഒരുപോലെ ബാധിക്കുന്നൊരു, ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികളും, അതെ, എല്ലാവർക്കും ഒരുപോലെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അതിപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ മക്കളുടെ കാര്യമാണെങ്കിൽ, അല്ലെ പെൺകുട്ടികളുടെ കാര്യമാണെങ്കിൽ, വൈഫിന്റെ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ സിസ്റ്ററുടെ കാര്യമാണെങ്കിലും, വീട്ടിൽ നിന്ന് ബ്രദേഴ്സ്, ഹസ്ബൻഡ്, അങ്ങനെ എല്ലാവരും കൂടി അത് നോക്കേണ്ട ഒരു തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പീരിയഡ്സ് എന്നുള്ള കാര്യം. അപ്പോൾ അത് റെഗുലർ ആയിട്ട് പോകാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കുക. ഇറഗുലർ ആണെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ മിലേനിയം ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഡോക്ടർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇറഗുലർ പീരിയഡ്സിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എവിടെ തുടങ്ങുന്നു, നമ്മൾ എവിടെ ചെന്ന് നിൽക്കണം എന്നുള്ള കാര്യം വരെ നമുക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ വിലപ്പെട്ട സമയമാണ് നമുക്ക് വേണ്ടി ചിലവാക്കിയത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായിട്ട് കാണാം. താങ്ക് യു.